എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ലായിരുന്നു. ഐ ഡോണ്ട് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത്. പിന്നെയും ഫോണ് ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെന്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. മറീന മൈക്കിളും പേളി മാണിയും തമ്മിലുള്ള ഇഷ്യൂ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. പേളി മാണിയും മറീന മൈക്കിളും തമ്മിലുള്ള ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായി മാറുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മറീന മൈക്കിള് ഈ സ്റ്റോറിയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മാനിപ്പുലേഷൻ, എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതായത് എനിക്ക് സെൽഫ് റെസ്പെക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്താണ് പറയേണ്ടത്, ഞാൻ പ്രതികരിച്ചതിന് എൻ്റെ അടുത്ത് കാണിച്ച ഡിസ്റെസ്പെക്റ്റിന് ഞാൻ പ്രതികരിച്ചതിന് എന്നെ എല്ലാവരും പഴിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പേളി മാണിയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് പേളി അവരുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എഴുതിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഇത് മറീനക്കുള്ള ഒരു റിപ്ലൈ എന്നോണമാണ്. കാരണം മറീന വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നതൊന്നും കേൾക്കാൻ നിന്നില്ല എന്നൊക്കെയാണ് പേളി പറയുന്നത്. അപ്പൊ നമുക്ക് പേളിയുടെ ആ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം. മറീനക്കുള്ള ഒരു റിപ്ലൈയും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും അത്യാവശ്യം സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് വൈറലാവുന്നത് കൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു റിപ്ലൈ ആയിട്ടാണ് പേളി ഇത് ഇട്ടേക്കുന്നത്. അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്കൊന്ന് വായിച്ചു നോക്കാം. Yesterday I came across some YouTube channels discussing an issue between an artist and an anchor using my pictures as thumbnail and assuming my name. To clarify, I reached out to the artist and she confirmed she was referring to me. When I tried to tell her my side of the story, she was not ready to listen or talk over the phone. So I am left with no other option but to share my side of the story here. Reflecting on the situation, here is what I have to say. In 2017, I faced a payment-related issue with the channel I was working with, which forced me to discontinue the show I was hosting. Halfway through, I don't want to further discuss that matter here, since it's already have been resolved and not related to relevant to the matter I am intending to clarify. After the exist, there were obvious delays in the show's schedule, and as they worked to replace me. Unfortunately, the blame for these delays and their incompetence to follow the schedule was unfairly placed on me during that time. അതായത് പേളി പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ആവശ്യമില്ലാതെ എൻ്റെ മേല് പഴിച്ചാലുമാണ് എന്നാണ് പേളി പറഞ്ഞു വെക്കുന്നത്. കാരണം പേളി ആ സമയത്ത് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ, അതായത് ടമാർ പെടാറാണെന്ന് തോന്നുന്നു, ആ ഒരു പ്രോഗ്രാം ഡിസ്കണ്ടിന്യൂ ചെയ്യാനുണ്ടായിരുന്ന കാരണം എന്താണെന്നാണ് പേളി പറയുന്നത് വെച്ചാൽ റെമ്യൂണറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കാരണമാണ് ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തതെന്നും അത് കഴിഞ്ഞിട്ട് അവിടെ ലക്ഷ്മി നക്ഷത്രയാണ് വന്നിട്ട് കാണുന്നത്. ടമാർ പെടാറാണെങ്കിൽ അവിടെ ലക്ഷ്മി നക്ഷത്രയാണ് റീപ്ലേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ഷോയിൽ വന്നിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു ആളോട് ഉള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പുറത്ത് ഞാൻ ഷോ നിർത്തി പോയതോ അല്ലെങ്കിൽ ഒരാളെ ഇന്റർവ്യൂ ചെയ്യാനുള്ള മടി കൊണ്ട് പോയതല്ല എന്ന് വ്യക്തമായിട്ട് ആള് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് പേളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ഇസ് എ പവർഫുൾ പ്ലാറ്റ്ഫോം ആൻഡ് ലെറ്റ്സ് മേക്ക് ഇറ്റ് എ സേഫ് പ്ലേസ് ഫോർ ഓൾ എന്നും പറഞ്ഞിട്ട്, അതുപോലെ തന്നെ മറീന മൈക്കിളിനോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു വിരോധവും കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ ആള് നല്ല രീതിയിൽ ഉള്ളൊരു വുമണാണ്, ആള് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേളി ഇത് അവസാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പേളിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഈ ഒരു റെസ്പോൺസിന്റെ അകത്തുനിന്നും പേളി പറയുന്ന ഇതാണ്, എനിക്ക് യാതൊരു വിധത്തിലുള്ള ഇതും ഇല്ല, ആളുടെ അടുത്തൊരു പേഴ്സണൽ ക്രെഡിറ്റോ കാര്യങ്ങളും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു ഇതാണ്, അതായത് ആള് കല്യാണത്തിനാണെങ്കിലും പേളിവാണിയുടെ കല്യാണത്തിനാണെങ്കിലും എല്ലാ ഇതിനാണെങ്കിലും വിളിച്ചിട്ടും കാര്യങ്ങളൊക്കെ മറീനെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലാണെങ്കിലും പേളി ഇട്ടതിന് താഴെ എന്തായാലും പേളിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ആൾക്കാർ വന്നേക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഭാഗവും പറയുന്ന ആൾക്കാരുണ്ട്. അതായത് മറീനക്ക് എന്താ പറയാ പേളിനോട് ഭയങ്കരമായിട്ടുള്ള അസൂയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പേളിക്ക് മറീനയോട് അസൂയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം രണ്ട് തരത്തിലുള്ള ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇതിനുള്ള ഒരു ഉത്തരം എന്നോണം മറീന മൈക്കിള് ഈ ഒരു കോളിനൊക്കെ ശേഷം പേളി ഫ്രണ്ടിന്റെ ഫോണിൽ നിന്നെങ്ങാനും ആളെ വിളിച്ചേക്കുന്നത്. അപ്പൊ മറീന അങ്ങനെ സംസാരിക്കാനും അതൊന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കിയ സമയത്ത് അതൊന്നും കേൾക്കാനും താല്പര്യപ്പെട്ടില്ല എന്നാണ് പേളി മാണിയുടെ ഈ ഒരു പോസ്റ്റ് എന്ന് പേളി പറയുന്നത്. പക്ഷെ മറീനയുടെ ഭാഗം മറീന പറയുന്ന ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു വോയിസിൽ വ്യക്തമായിട്ട് ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മറീന പറയുന്നുണ്ട്. മറീനയുടെ ഭാഗമാണ് മറീന പറയുന്നത്.
അപ്പം മറീനയുടെ അടുത്ത് വിളിച്ചിട്ടും കുറച്ച് മോശം രീതിയിലാണ് പേളി സംസാരിച്ചതെന്നൊക്കെയാണ് മറീന പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ വോയിസ് ഞാൻ എടുക്കാം, അതുകൂടി ഒന്ന് കിട്ടുക. എടാ ഞാൻ ആ റെസ്പോൺസ് കണ്ടു. ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട് ഓൺലൈൻ മീഡിയന്നും അവിടെ നിന്നൊക്കെ. ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല. ഒന്നാമത് ഞാനേ എടാ ഞാൻ ഒരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നുമല്ല. കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരു ആങ്കറിനെയും കൂടെ അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര്. അപ്പം ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റിൽ. പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മളത് പറയുമല്ലോ. അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത്, ഇൻസിഡൻറ്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ്. അപ്പം ആളിപ്പോൾ ഇങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു. ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത്. വിളിച്ചിട്ട് സംസാരിച്ചു കുറെ കൺവിൻസ് ചെയ്യാൻ നോക്കി. അപ്പം ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്കായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത് വെച്ചാൽ ആള് ഞാനിത് ഫ്ലവേഴ്സിൽ കട്ടറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ടായിരുന്നു. ഈ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും, ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും, രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിൻ്റെ ആങ്കർ മാറിയിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാനപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിൻ്റെ ഓണർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരിയും തമ്മിൽ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൺ എന്തോ പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത്. അന്ന് സ്വാസികയുണ്ട് അവിടെ. അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്, ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത്. അതിനുശേഷം ഞാൻ ആളോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതായിട്ട് പെരുമാറും, ഡിഫറെൻ്റ് ആയിട്ട് പെരുമാറും. ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ. സത്യത്തിൽ എന്നെ കല്യാണം അങ്ങനെ വലിയ വിളിയൊന്നുമല്ല വിളിച്ചത്. പക്ഷെ ഞാൻ ചുമ്മാ പോയി. എനിക്ക് അവരോട് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു, ലൈക്ക് അറ്റ്ലീസ്റ്റ് അവർ അങ്ങനെ വിചാരിച്ചോട്ടെ, എനിക്ക് അവരോട് ഒരു പ്രശ്നമില്ല എന്ന്. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിൽ നിന്ന് പോകുമല്ലോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയേ. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഇവരടുത്ത് റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എനിക്കിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇവർ തന്നെ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ചെയ്തു. കാരണം മുംബൈ ടാക്സി ഏതൊരു പടത്തിൽ അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അതിനുശേഷം അത് എന്നെ ആക്കിയപ്പോൾ അവർക്കത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാവും, അതൊക്കെ മനുഷ്യ സഹജമാണ്, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് ആ ഏജിൻ്റെയും എല്ലാം ആണ്. അതൊക്കെ പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിച്ചിട്ട് ഞാനിത് എനിക്ക് വിശ്വാസം വന്നില്ല. കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല, ശ്രീകണ്ഠൻ നായർ സാറുമായിട്ട് ഒരു പ്രശ്നമില്ല എന്നാണ് പുള്ളിക്കാരി പറയണത്. അപ്പം തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു. ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ ആണല്ലേ, ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച്. എന്നിട്ട് അവസാനം പുള്ളിക്കാരി എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ലായിരുന്നു, ഐ ഡോണ്ട് ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ്. എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നുമില്ല. ഇതില് മറീന പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, മറീന ഇതിൽ പറയുന്നത് പേളി മാണി ആദ്യം വിളിച്ച സമയം തൊട്ട് വളരെ മോശം രീതിയിൽ, അതായത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. കള്ളത്തരം പറയുന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ശ്രീകണ്ഠൻ നായരുമായിട്ട് ആ സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ ഇപ്പൊ വിളിച്ചിട്ട് പറയുന്നത് അങ്ങനത്തെ പ്രശ്നമേ കാര്യങ്ങളെ ഇല്ലായിരുന്നു, അതായത് ആളുമായിട്ടും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൺവീൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് പേളി സംസാരിച്ചതെന്നാണ് പറയുന്നത്. പേളി ആയതുകൊണ്ട് തന്നെ പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പേളി മാണി നമ്മൾ കണ്ട ഒരു പേളി മാണി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു പേളി മാണിയല്ല. അതുപോലെ തന്നെ ഇതില് മറീന എടുത്തു പറയുന്ന ഒരു കാര്യം, അവസാനം എന്നോട് മോശം രീതിയിൽ സംസാരിച്ച് നിങ്ങൾ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു നടിയുണ്ട് എന്നുള്ള രീതിയിൽ ആ രീതിയിൽ സംസാരിച്ച് ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവർ കോൾ കട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്.
അപ്പോൾ പേളിയുടെ ഭാഗത്തുനിന്ന് ഇത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാലോ. പേളി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും മോട്ടിവേഷണലായിട്ട് എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്രയും ഇതായിട്ട് നിൽക്കണം, ആ രീതിയിലൊക്കെയാണ് പലരും കാണുന്നത്. എല്ലാവരും ആ രീതിയിലാണ് പേളീനെ ഒരു പുറത്തുള്ള സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും മോശം രീതിയിൽ വീണ്ടും ഈ ഒരു ഇഷ്യൂവിന് ശേഷവും നിങ്ങളിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പോലും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാല് അതൊന്നും നമ്മൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലേ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരായിരിക്കില്ല എല്ലാം. പക്ഷെ നമുക്ക് ശരിക്കും നമുക്കിത് എന്താണ് ഇതിൽ നടന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തില് പേളി ഇതിലും മറീന പറയുന്ന വേറൊരു കാര്യമാണ്, ഇതേ കാര്യം ഞാൻ ആളുടെ അടുത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറൊരു ആളുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് മറീന പറയുന്നത്. പക്ഷെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറീനക്ക് ഭയങ്കര അപകർഷതാബോധമാണ്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അപകർഷതാബോധമല്ല, അല്ലെങ്കിൽ എല്ലാം നെഗറ്റീവായിട്ടാണ് മറീന ചിന്തിക്കുന്നത്, അതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ മറീന ഭയങ്കര ജെന്യൂൻ ആയിട്ട് സംസാരിക്കുന്നത് പോലെ ചില ഇന്റർവ്യൂസിലാണെങ്കിലും കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേളി മാണി ആണെങ്കിലും നമുക്ക് ഈ ഒരു വിഷയത്തിൽ എന്ത് പറയണമെന്ന് വെച്ചാൽ ഈ മറീന പറയണ കേൾക്കുമ്പോൾ നമുക്ക് മറീനേണ്ടതാണ് ചെയ്യുന്നു തോന്നും. പക്ഷെ ഈ പേളി മാണിയാണ് അപ്പുറത്ത് നിൽക്കണേ ഉള്ളത് കൊണ്ട് നമുക്കത് എത്രത്തോളം എന്താ പറയാ, ചില ആൾക്കാർക്ക് വിശ്വസിക്കാനും അത് പ്രയാസമായിരിക്കും. കാരണം പേളിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെയും പേളിനെ പറ്റിയിട്ട് അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളോ ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ പലരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പറയുന്നൊരു കാര്യം പേളിയുടെ മുഖം മൂടി അണിഞ്ഞു പുറത്തു വന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു വിഷയത്തിൽ പേളി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പേളി എന്ന് പറയുന്നത്. അപ്പോ ആളുടെ ഭാഗത്ത് ഇങ്ങനെ വന്നു എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ആള് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് അത്രയധികം മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പേളി ചെയ്തേക്കുന്നത്. മനഃപൂർവ്വം ചെയ്ത ഒരു വിഷയമാണ് എങ്കിലും അല്ല ഇനി റെമ്യൂണറേഷന്റെ പേരിൽ അവിടെ നടന്നൊരു ഇഷ്യൂ ആണ് അത് എന്നും, അതുപോലെ തന്നെ മെറീനയെ വളരെ മോശം രീതിയിൽ അവിടെയുള്ള ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണ് എങ്കിലും ഇപ്പം പേളിക്ക് ഉണ്ടാകുന്ന പേളി അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ പേളീനെ വളരെ മോശം രീതിയിൽ ഇത് സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുന്ന രീതിയിലൊരു ഇട്ടുകൊടുക്കുന്ന രീതിയിൽ ആയിപ്പോവും ഇത്. കാരണം രണ്ട് ഭാഗത്തും നമ്മൾ എടുത്തു നോക്കണം. രണ്ട് ഭാഗത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മറീനെ ഇങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണ് എങ്കിലും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഡസ്ട്രി ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ, അതായത് ഇപ്പൊ പേളിയുടെ ഭാഗത്തു നിന്നും ഒരു സിനിമയിൽ എന്താ പറയാ പേളി കിട്ടിയൊരു വേഷം റീപ്ലേസ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ മറീനെ ആക്കി എന്ന് പറയുന്നുണ്ട്. ആ ഒരു അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന എനിക്ക് കിട്ടേണ്ട ഒരു വേഷം പോയല്ലോ അവ കൊടുത്തല്ലോ എന്നുള്ളൊരു ഇത് ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനുപരി ഇന്ന ആളുണ്ടെങ്കിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ ചെയ്യുന്ന ഷോയിൽ നിന്ന് ഒരാൾ പോവുക എന്ന് പറയുന്നത് കുറച്ച് വിശ്വസിക്കാൻ പ്രയാസവും ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പേളിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ വളരെയധികം മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം വിളിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു നടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചെന്ന് പറയുമ്പോൾ അതൊരു അഹങ്കാരത്തിന്റെ ഭാവമാണ്. അതായത് ഞാനെന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഭാവമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും. അപ്പോൾ നമുക്കറിയത്തില്ല ഇത് എത്രത്തോളം ഇവർ പറയുന്ന വോയിസും ഇവരുടെ കാര്യങ്ങളുമാണ്, നമ്മൾ കേട്ട കാര്യമല്ല. അതായത് മറീനയുടെ കാര്യം പറയുന്നു, പേളിയുടെ കാര്യം പറയുന്നു, ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം എടുത്തു നോക്കുന്ന സമയത്ത് പേളി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരാളുടെ അടുത്തും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇനി അങ്ങനെയല്ല മറീനേനെ ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എങ്കിൽ മറീനയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരാൾ വന്ന് ഇങ്ങനെ ഇത്രയും പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം വീണ്ടും ഈ പേളിമാണിയുടെ ഒരു എക്സ്പ്ലനേഷന് ശേഷം ഈ ഒരു വോയിസ് കൂടി വന്നതോട് കൂടിയിട്ട് എന്താണ് ഇനി പേളിമാണി വീണ്ടും ഇതിനെ പറ്റിയിട്ട് പ്രതികരിക്കുമെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ പേളി വിളിച്ചേക്കുന്നത് പേളിയുടെ ഫോണിൽ നിന്നല്ല ഫ്രണ്ടിന്റെ ഫോണിൽ നിന്നാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കല്യാണം ക്ഷണിച്ചില്ല എന്ന് പറയുന്ന ഇഷ്യൂവിനെ കുറിച്ചൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലാണെങ്കിലും ആൾക്കാർ പറയുന്നത് കല്യാണം ക്ഷണിച്ചല്ലോ, ക്ഷണിക്കാതിരുന്നിട്ടില്ലല്ലോ, അല്ലാതെ എന്താ പറയാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്ഷണിക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ ഒരുപാട് പേര് മറീനേനെയും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നത് എന്ന് വെച്ചാൽ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.